നാട്ടിൽ ഇപ്പോൾ ഞാൻ മെമ്പറാവാൻ വേണ്ടി മത്സരിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ഒരു സ്ട്രോങ് ഹോൾഡായ ഒരു ഏരിയയാണ്. അപ്പോൾ ഞാനിപ്പോൾ കളങ്കിതനാണ്, ശരിയായ റിയലായൊരു കുറ്റം ചെയ്ത ഒരാളാണ്. അപ്പോൾ പാർട്ടിക്കാരെല്ലാം കൂടി തീരുമാനിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിക്കുന്നു. അപ്പോൾ ആ കളങ്കിതനായ വ്യക്തി നിങ്ങളുടെ ജനപ്രതിനിധിയാകാൻ പോവുകയാണ്. അതിനകത്തൊരു പ്രശ്നമില്ലേ? അപ്പോൾ ഒരു കേസ് FIR ഒരാളെ പേരിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അയാൾ മാറി നിൽക്കണം, അതാണ് ശരി എന്നൊരു തോന്നലുണ്ടോ? അതിന് രണ്ട് സൈഡ്സ് ഉണ്ട്. അതായത് മാറി നിൽക്കണം എന്ന് മോറലി നോക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. ഇലക്ഷന് നിൽക്കുന്ന ആൾക്ക് മോറലി അവർക്ക് ആലോചിച്ച് വേണമെങ്കിൽ മാറി നിൽക്കാം. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഇഫ് വി നോ അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കത് വോട്ട് ചെയ്യാണ്ടിരുന്നാലും മതി. അപ്പോൾ അതിന് രണ്ട് സൈഡ്സ് ഉണ്ട്. നമ്മൾ വിചാരിച്ചാലും ആ ആളെ ജയിപ്പിക്കാണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ പാർട്ടി വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് കറക്റ്റ് പേഴ്സൺ ക്യാൻ ഓൺലി കറപ്റ്റ് ദ സൊസൈറ്റി. കറക്റ്റായ ഒരാൾക്ക് കറക്റ്റായി എന്ന് വെച്ചാൽ മോറൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കണമോ, ഞാൻ ഈ നാടിനെ സേവിക്കാൻ നിൽക്കണമോ എന്ന് നമ്മൾ തന്നെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ തന്നെ അതിൽ ഒരു മോറൽ ഗ്രൗണ്ടിൽ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ നമ്മുടെ നാട്ടില്? യൂഷ്വലി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു സമൂഹത്തിനെ നയിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അവരെ കണ്ടിട്ടായിരിക്കും ഈ കൂടെയുള്ള എല്ലാവരും റോൾ മോഡലായിട്ട് വെച്ചിട്ട് ആ ഒരു സമൂഹത്തിന് മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ലീഡർ എത്രത്തോളം ബെസ്റ്റ് ആവുന്നു അത്രയും നല്ലൊരു ബെസ്റ്റ് സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കറകളഞ്ഞ നേതാവാണ് ഞാനെന്ന് തെളിയിച്ച് അതുവരെ മാറി എന്നൊക്കെ മത്സരിക്കുന്നവരൊക്കെ ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? അതൊക്കെ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു. നിങ്ങളൊക്കെ വോട്ടുള്ളവരല്ലേ? കന്നി വോട്ടാണോ എല്ലാവരുടെയും? അല്ലല്ലോ, വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുമോ? അങ്ങനെ ഒരു അഴിമതിക്കറിയുള്ള ഏതെങ്കിലും കേസിൽപ്പെട്ട ഒരിക്കലും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? മാറി നിൽക്കണമെന്നാണോ? ദേ ഹാവ് ടു സ്റ്റാൻഡ് ദർ ഗ്രൗണ്ട്സ്. അവർക്ക് സ്വന്തമായിട്ട് അറിയുമല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. സോ അവർക്ക് അങ്ങനെ അറിയെങ്കിൽ അവർ ഉറപ്പായിട്ട് മാറിക്കണം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നില്ല, എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതാണ് ഡെമോക്രസി. അല്ലാണ്ട് ഒരു കറപ്ഷൻ ചെയ്യുന്ന ആളെയോ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയോ പിടിച്ച് നേതാവാക്കുന്നത് ഡെമോക്രസി അല്ല. അത് നമ്മൾ സൊസൈറ്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. യൂണിയനിലെ ആളുകൾക്ക് എനിക്കൊന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. സ്ഥാനാർത്ഥികളൊക്കെ ക്ലീൻ ആയിരിക്കണം എന്ന അഭിപ്രായമുണ്ടോ? നോ വൺ ഈസ് പെർഫെക്റ്റ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. ബട്ട് ലീഡറായിട്ട് വരുമ്പോൾ അവരുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കി അത് മാറ്റി നിർത്തി ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. അത് ഇപ്പം എല്ലാ പൗരന്മാർക്കും ഉള്ളതുപോലെയുള്ള വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ സ്ഥാനാർത്ഥിയെ മാത്രം അങ്ങനെ ചുഴന്നു നോക്കേണ്ടതില്ല എന്നാണോ? അങ്ങനെയാണോ? അതോ അദ്ദേഹം ഫുൾ ക്ലിയർ ആയിരിക്കണം, മോറൽ ഗ്രൗണ്ടിൽ ക്ലിയർ ആയ ഒരാൾക്ക് മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ പറ്റൂ, അങ്ങനെയാണോ? നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ സൈഡ്സും അറിഞ്ഞിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതെ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആളുടെ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. അതിലൊന്നാണ് മത്സരിക്കുക, സ്ഥാനാർത്ഥിയാകുക എന്നത്. ഇനി ഏത് കേസിൽ പെട്ടാലും അതിൽ കുറ്റവാളിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് എന്തോ ആവാം, അത് കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനിടയിൽ ഒരു കാലയളവുണ്ടല്ലോ, ആ കാലയളവിൽ മത്സരിച്ചു കഴിഞ്ഞാൽ എന്താണ് അതൊരു വലിയ പ്രശ്നമായി നമ്മൾ പറയേണ്ടതുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി അതൊരു പേഴ്സണിന്റെ റൈറ്റ്സ് ആണ്, നിൽക്കുകയോ വേണ്ടേന്ന്. നമ്മളാണ് ആക്ച്വലി അത് ചിന്തിക്കേണ്ടത്, ആ പേഴ്സൺ നമുക്ക് റൈറ്റ്സ് ആണോ അല്ലേന്ന്. സോ നമ്മളാണ് വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കുന്നത്. അവർ നിൽക്കുകയോ നിൽക്കാണ്ടിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ വേണം അത് നോക്കി വോട്ട് ചെയ്തിട്ട് അവർ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമുക്കല്ലേ വോട്ട് ചെയ്യുന്ന റൈറ്റ്സ് ഉള്ളത്. അപ്പം നമ്മൾ തന്നെ നോക്കി റൈറ്റ്സ് ആൾക്ക് വോട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഒരു കറകളഞ്ഞ നേതാവാണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. നമുക്കറിയാലോ ഒരാൾ നല്ലതാണോ ചീത്തയാണോ, അയാളുടെ പ്രവൃത്തികൾ നമ്മൾ കാണുന്നതല്ലേ എല്ലാ ദിവസവും. അപ്പോൾ ദ പേഴ്സൺ റൈറ്റ്സ് ആണെങ്കിൽ അയാൾക്ക് വോട്ട് എടുക്കുക. പാർട്ടീനെ ഒരിക്കലും ചെയ്യാണ്ട് ദ പേഴ്സണിനെ നോക്കി വോട്ട് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. നമുക്കും അതാണ് നല്ലത്. അങ്ങനെയാണോ ചെയ്യാറ്? ഞാൻ അങ്ങനെ